ഹരികുമാറിന്റെ കുറ്റസമ്മത മൊഴി നമ്മൾ അറിയുകയാണ്. അതിൽ തീരുന്നില്ല കാര്യങ്ങൾ. അമ്മയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? അമ്മയുടെ സഹായം ലഭിച്ചിരുന്നു? എന്തിനു വേണ്ടിയാണ് ഈ ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്നത്? അതിനുകൂടി ഉത്തരം അറിയേണ്ടതുണ്ട്. അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് സ്റ്റെഫിൻ? ആര്യ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീട്ടിലാണ്. വീട്ടിലേതായാലും ഇവിടുത്തെ നടപടികളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് പോലീസ് മടങ്ങിയിട്ടുണ്ട്. ഈ വീട് നമുക്ക് കാണാം, അതെല്ലാം സീൽ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന മുറിയിലാണ് ഇന്ന് രാവിലെ തീപിടുത്തം ഉണ്ടായതായി ഈ വീട്ടിൽ ഉണ്ടായിരുന്ന ആളുകൾ, ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പ്രതി അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നത്. ഏതായാലും എന്തൊക്കെയോ ഈ കാര്യത്തിൽ ഈ പിടിയിലായവർക്ക് ഒളിക്കാനുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. ആ ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ ആ പ്രതി ഹരികുമാറിന്റെ ചിത്രം ഒരുപക്ഷെ കാണാൻ കഴിയുമായിരിക്കും. ഏതായാലും നാട്ടുകാരും അതോടൊപ്പം തന്നെ ഇവിടെ തൊട്ട് അയൽവാസികളും ഒക്കെ പറയുന്നത് ഇവർക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പലപ്പോഴും കടം കൊടുത്ത ആളുകൾ ഈ വീട്ടിൽ വന്ന് വഴക്കിടുന്നതൊക്കെ തന്നെ പതിവായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. ഇനി ഏതായാലും പ്രധാനമായും അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു ഇവരുടെ മോട്ടീവ്, അതായത് ഈ 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊല്ലാനുണ്ടായിരുന്ന മോട്ടീവ് എന്താണ് എന്നുള്ളതാണ് ഇനി പ്രധാനമായും അറിയേണ്ടത്. ഇപ്പോൾ ഏതായാലും ഹരികുമാർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരികയാണ്. പക്ഷേ പോലീസ് മുഖവിലേക്ക് എടുക്കുന്നില്ല ഈ കാര്യം. കാരണം ഇത് ഹരികുമാർ ഒറ്റയ്ക്കാണ് ഈ കാര്യം ചെയ്തതെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിൽ ആരുടെയെങ്കിലും സഹായം, ഒരു പക്ഷേ ഹരികുമാറിന്റെ സഹോദരിയുടെ സഹായമുണ്ട്, അല്ലെങ്കിൽ സഹോദരി കൂടി അറിഞ്ഞിട്ടാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നൊരു സംശയം പോലീസിന് ഇപ്പോഴുമുണ്ട്. പക്ഷെ അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ, മൊഴികൾ ഈ ശ്രീധുവുമായി ബന്ധപ്പെട്ട് ഈ സാമ്പത്തിക, അതായത് ജോലി വാഗ്ദാനം ചെയ്ത് പണം പലരിൽ നിന്നും വാങ്ങി അങ്ങനെ സാമ്പത്തിക ബാധ്യതയുണ്ടായി, കാരണം ജോലി നൽകാൻ കഴിയാത്തപ്പോൾ അങ്ങനെയുള്ള പരാതികളൊക്കെ കേൾക്കുന്നുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? അവിടെ തൊട്ടുള്ള അയൽവാസികളൊക്കെ എന്താണ് ശ്രീധുവിനെ കുറിച്ച് പറയുന്നത്? ആര്യ, വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ഉണ്ടായിരുന്നതായി നാട്ടുകാരും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നുണ്ട്. കാരണം പലപ്പോഴും പണം തിരികെ വാങ്ങുന്നതിന് വേണ്ടി ആളുകൾ ഇവിടെ എത്താറുണ്ടായിരുന്നു. അത് പലപ്പോഴും വഴക്കിൽ കലാശിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ പലരും പഞ്ചായത്ത് അംഗത്തോടടക്കം വാർഡ് മെമ്പറോടടക്കം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പണം തിരികെ വാങ്ങി നൽകണം എന്നുള്ള ആവശ്യവുമായി വന്നിരുന്നു. പക്ഷേ ഈ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ പണം വാങ്ങിയതാണോ, അല്ലെങ്കിൽ ഇവർ മറ്റാർക്കെങ്കിലും ജോലിക്ക് വേണ്ടി പണം നൽകിയതാണോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നു. അതെല്ലാം തന്നെ ഇനി പോലീസ് അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഏതാണ്ട് 30 ലക്ഷം രൂപയുടെ കടം ഇവർക്കുള്ളതായി പറയുന്നുണ്ട്. പക്ഷേ അത് ഈ ശ്രീധുവിന്റെ ജോലിക്ക് വേണ്ടി ഇവർ കൊടുത്തതാണോ, അല്ലെങ്കിൽ മറ്റു പലരിൽ നിന്നും ഇവർ വാങ്ങിയതാണോ എന്നൊക്കെയുള്ള കാര്യത്തിൽ പല ഹരികുമാർ ഈ വീട്ടിലാണോ സ്ഥിരതാമസം സ്റ്റെഫിൻ? ആര്യ, അവർ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ്. 1.5 വർഷമായി ഇവിടെയാണ് താമസം. അവരുടെ സ്വന്തം വീട് ഇവിടെ നിന്നും ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ അപ്പുറം ആണ് അവരുടെ സ്വന്തം വീട്. അവിടെ ലൈഫിൽ അവർക്കൊരു വീട് അനുവദിച്ചിട്ടുണ്ട്. കുടുംബ വീടൊക്കെ അവിടെയാണ്. അവരുടെ മറ്റു ബന്ധുക്കളൊക്കെ താമസിക്കുന്ന അവിടെയാണ്. ഇവിടെ ഈ ശ്രീധു ജോലിക്ക് പോയിരുന്നത് ഇപ്പോൾ ഈ കാണുന്ന വീടിന് തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിലായിരുന്നു. ക്ഷേത്ര ജീവനക്കാരിയായിരുന്നു ശ്രീധു. അവിടെ താൽക്കാലികമായി ഒരു ജോലി ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമാണ്. അവിടെ ജോലിക്ക് പോകുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഈ വാടക വീടെടുത്ത് ഇവിടെ താമസിച്ചിരുന്നത്. ഭർത്താവ് ബാലരാമപുരത്ത് ഒരു കടയിലെ ജീവനക്കാരനാണ്. അദ്ദേഹം താമസിക്കുന്നത് പാറശാലയാണ്. അവർ തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, വഴക്കുകൾ ഉണ്ടായിരുന്നു, സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം രണ്ടുപേരും മാറി താമസിച്ചു വരികയായിരുന്നു. ഇന്നലെ ശ്രീധുവിന്റെ അച്ഛന്റെ 16ാം അടിയന്തരമാണ് ഇന്നത്തെ ദിവസം. അതുകൊണ്ട് തന്നെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഭർത്താവ് ഇന്നലെ ഇവിടേക്ക് വന്നത്.